സെക്കൻഡ് സെമസ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി നമുക്ക് ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അതിന് കുറച്ചുകൂടെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ദെൻ എങ്ങനെയാണ് നമുക്കൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇനേർഷ്യൽ ആണെന്ന് പറയാൻ പറ്റുക? അതായത് അതിന്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ എന്തായിരിക്കും? ഒബേ ചെയ്യുന്ന ഒരു ഫ്രെയിം ആയിരിക്കും. അതുപോലെ ആക്സിലറേഷൻ 0 ആയാല് അല്ലെങ്കിൽ ഫോഴ്സ്, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഇസ് 0. അപ്പൊ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന് എന്തെന്ന് പറയാം? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട് എസ്, ദെൻ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട് എസ് പ്രൈം. ഇത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ആൻഡ് ബോത്ത് ആർ ഇനേർഷ്യൽ. രണ്ടും എന്താണ്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇവന്റ് പി. അപ്പൊ എന്താ ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷി പറക്കുന്നത്, അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ്, അങ്ങനെ എന്തും നമുക്കൊരു ഇവന്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ആ ഇവന്റ് നടക്കുന്നത്. അപ്പൊ ഒരാള് നമ്മുടെ എസ് ഫ്രെയിമിലും ഉണ്ട്, ഒരാള് എവിടെ ഉണ്ട്? എസ് പ്രൈം ഫ്രെയിമിലോ ഉണ്ട്. ഈ രണ്ട് ഫ്രെയിമൊന്നും നമ്മൾ ഈ ഒരു ഇവന്റിനെ നോക്കുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താ ഡിഫറൻസ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പക്ഷി പറക്കുകയാണെന്ന് വിചാരിക്കൂ. ഇനി നമ്മൾ ഈ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാല് എക്സ് വൈ സെഡ് ആണ്. അപ്പൊ ഈ ഒരു ഫ്രെയിമില് ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് വൈ സെഡ്. അതുപോലെ ഈ ഒരു ഇവന്റ് നടക്കുന്നത് ടി എന്ന് പറയുന്ന സമയത്താണ്. അപ്പൊ നമുക്ക് എസ് എന്ന് പറയുന്ന ഫ്രെയിമില് ഈ ഒരു ഇവന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആൻഡ് ടി. അതുപോലെ നമുക്ക് ഇവിടെ ഉള്ള എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിലും ഒരു ഒബ്സർവർ ഉണ്ട്. ഈ ഒബ്സർവർ ഈ ഇവന്റിനെ നോക്കുന്ന സമയത്ത് ഈ പി എന്ന് പറയുന്ന ഇവന്റിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? എക്സ് പ്രൈം, വൈ പ്രൈം ആൻഡ് സെഡ് പ്രൈം, ടി പ്രൈം. അതായത് ഇത് എക്സ് വൈ സെഡ് എഴുതിയില്ല അല്ലെ. അപ്പൊ ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ് ആണ്. അതുപോലെ എസ് പ്രൈം എന്നുള്ള ഫ്രെയിമിൽ എന്തായിരിക്കും? എക്സ് പ്രൈം, വൈ പ്രൈം ആൻഡ് സെഡ് പ്രൈം. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ നമ്മൾ ഈ ഒരു എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് അതിന്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആൻഡ് ടി ആയിരിക്കും. എന്നാൽ ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പിയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം ആൻഡ് ടി പ്രൈം. അപ്പൊ നമുക്ക് ഒരേ ഇവന്റിന് രണ്ട് ഫ്രെയിമിൽ രണ്ട് കോർഡിനേറ്റ് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ഒരു സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഈ രണ്ട് കോർഡിനേറ്റ്സും കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം, ടി പ്രൈം. ഈ രണ്ട് ഒരേ ഇവന്റ് രണ്ട് ഫ്രെയിമിലാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? അതായത് എ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഓർ ഇക്വേഷൻ റിലേറ്റിംഗ് ടു എ സെറ്റ് ഓഫ് കോർഡിനേറ്റ് ഓഫ് ആൻ ഇവന്റ് ഇൻ 2 ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. ഇത്തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിലെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? മറ്റൊരു ഫ്രെയിമിലെ ഇനേർഷ്യൽ ഫ്രെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അത്തരം ഇക്വേഷൻസിനാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, നമ്മുടെ ഈ രണ്ട് ഫ്രെയിമും
എന്താണ് ഇനേർഷ്യൽ ആന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു ഇവന്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തെന്ന് പറയാം, ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാൻ പറ്റുന്നത്? കാരണം ന്യൂട്ടൺ ആണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് ഗലീലിയോ ആണ് ശരിക്കും ഇനേർഷ്യ ഈ ടേംസിനൊക്കെ പറ്റിയിട്ട് സ്റ്റഡീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഒരു ഇവന്റ് നടക്കുന്നത്. ആ ഇവന്റിനെ നമ്മൾ ഇങ്ങനെ രണ്ട് സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇക്വേഷനാണ് എന്ത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്, ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു സിസ്റ്റത്തിലേക്ക് മറ്റൊരു ഫ്രെയിമിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. ആ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ ഇനി നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവന്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അത്തരം ട്രാൻസ്ഫോർമേഷന് നമുക്ക് എന്ത് ചെയ്യാം, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ആക്ച്വലി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് ഇനി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്താണ് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഇവന്റ് നടക്കുന്നുണ്ട് പി. അപ്പൊ അതിനെ ഞാന് എസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം എന്ന് ഒബ്സർവ് ചെയ്യാണ്. ഇവിടെ ഒരു ഒബ്സർവർ നിൽക്കുന്നുണ്ട്. ഇതാണ് ഒറിജിൻ. അപ്പൊ നോക്ക്, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഈ ഒരു കോർഡിനേറ്റ് വെച്ച് ഈ പീനെ നോക്കാണ്. അപ്പൊ നോക്ക്, ഇതിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? ഈ ഒരു ഫ്രെയിമിൽ ഇത് എസ് ഫ്രെയിം ആണ്. കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ്, വൈ ആൻഡ് സെഡ്. ദെൻ ഒരു ടി ടൈമിലാണ് നമ്മൾ ഈ ഒരു ഇവന്റ് നടക്കുന്നത്. ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഒരു ടി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ആവാം, 2 സെക്കൻഡ് ആവാം, എത്രയാവാം. അപ്പൊ ടി എന്ന് പറയുന്ന ഒരു ടൈമിലാണ് ഈ ഇവന്റ് നടക്കുന്നത്. ഇനി നമ്മള് മറ്റൊരു ഫ്രെയിം കൺസിഡർ ചെയ്യാണ്. മറ്റൊരു ഫ്രെയിം കൺസിഡർ ചെയ്യാണ്. എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം. ഇത് എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം ആണ്. അപ്പൊ നമ്മൾ ഇവിടെയും ഒരാൾ നിന്ന് ഒബ്സർവ് ചെയ്യാണ്. ഈ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ പി എന്ന് പറയുന്ന ഇവന്റ് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരയ്ക്കാം. പി, ഈ ഇവന്റിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? എക്സ് പ്രൈം, വൈ പ്രൈം, സെഡ് പ്രൈം ആൻഡ് ടി പ്രൈം. ഈ ഒരു ഇവന്റ് ഈ ഒരു ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്നത് ടി പ്രൈം എന്ന് പറയുന്ന ഒരു സമയത്തായിരിക്കും എന്ന് കരുതും. അപ്പൊ നോക്കി, ഇനീഷ്യലി ഇത് ഓ പ്രൈം ആണ്. അപ്പൊ നമ്മൾ ഈ ഇവന്റ് ഒക്കെ നടക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനീഷ്യലി നമ്മൾ എന്താണ്, ഈ ഓയും ഓ പ്രൈമും എവിടേക്ക് ഈ ഒരു കോയിൻസൈഡ് ചെയ്തതാണ്. അതായത് അറ്റ് ടി ഈക്വൽ ടു 0 ഓയും ഓ പ്രൈമും എങ്ങനെയാണ്, ഓ പ്രൈമും ഓയും ഇവിടുന്ന് ഈ ഫ്രെയിം മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ ഫ്രെയിം എന്താണ്, ഇനീഷ്യലി രണ്ട് ഫ്രെയിമും ഒരു ഈ ഓ എന്ത് ചെയ്യുന്നുണ്ട്, ഓ പ്രൈമിൽ കോയിൻസൈഡ് ചെയ്യാണ്. ദെൻ ഒരു ടി ടൈം കഴിയുന്ന സമയത്ത് ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം വി വെലോസിറ്റിയിൽ, യൂണിഫോം വെലോസിറ്റി ആണ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനീഷ്യലി അറ്റ് ടി ഈക്വൽ ടു 0 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്രെയിം രണ്ടും റെസ്റ്റിലാണ്, 0ലാണ്, രണ്ടും കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, ആഫ്റ്റർ എ ടൈം ടി, ഒരു ടി ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഇതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടി ടൈമില് ഈ എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം യൂണിഫോം ആയിട്ട് മൂവ് ചെയ്ത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആ വെലോസിറ്റിയാണ് വി. ദെൻ ഇനി നമുക്ക് ഇങ്ങനെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്തായി, ആദ്യം രണ്ടും റെസ്റ്റിലാണ്, നമ്മളെ കണ്ടീഷൻ ഒക്കെ ഇതാണ്. ഇനി ഇത് മൂവ് ചെയ്യുന്ന സമയത്ത്
ഈ ഒരു ഒബ്സർവർ നോക്കുന്നുണ്ട്, ഈ ഒരു ഒബ്സർവർ നോക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യുക, ഈ ഒബ്സർവർ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇവന്റിനെ എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഈ രണ്ട് ഫ്രെയിമും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നോക്ക്, നമുക്ക് ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഈ എസ് എന്ന് പറയുന്ന ഫ്രെയിമിന്ന് ഈ ഒരു ഒബ്സർവർ ഇവിടെയാണ് കേട്ടോ, കുറച്ചും ഇങ്ങോട്ടാ വരച്ചത്, ഇവിടുന്ന് നോക്കുകയാണ്. അപ്പൊ നമുക്ക് പിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ നമുക്ക് വരയ്ക്കാം. അതായത് ഓ നിന്ന് ആ ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു പൊസിഷൻ വെക്ടർ എന്നാണ് ഒറിജിന് ആ ഒരു ഇവന്റ് നടക്കുന്ന പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള വെക്ടറാണ് പൊസിഷൻ വെക്ടർ വരച്ചു. ഇത് ആർന്ന് നമുക്ക് ഇതിന് വെക്ടർ ആർന്ന് നമുക്ക് ഇതിനെ നെയിം കൊടുക്കാം. അതേപോലെ ഇത് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഒബ്സർവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇവന്റിനെ നോക്കുന്നുണ്ട്. ഈ ഒരു ഇവന്റിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഇവന്റിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് വരയ്ക്കാം ഓ പ്രൈമിൽ നിന്ന്. അതായത് ആ ഫ്രെയിമിന്റെ ഒറിജിനിൽ നിന്നാണ് നമ്മൾ ആ പോയിന്റിലേക്ക് വെക്ടർ വരയ്ക്കേണ്ടത്. അപ്പൊ ഓ പ്രൈം നിന്ന് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു വെക്ടർ വരച്ചു. ഇതും ഒരു വെക്ടർ ആണ്. ഇത് ആറാണെങ്കിൽ ഇതും പൊസിഷൻ വെക്ടർ അല്ലേ. അപ്പൊ ഇതിനെ വെക്ടർ ആർ പ്രൈം എന്ന് പറയാം. കാരണം അത് എസ് പ്രൈമിലുള്ള പൊസിഷൻ വെക്ടർ ആണ് ആർ പ്രൈം. അപ്പൊ നമുക്ക് ഇതൊരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് നോക്കാം, ഇത് ഓ എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ ഓ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അലോങ് എക്സ് ആക്സിസ് ആണ് ഇത് മൂവ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ വൈ ആക്സിസിലോ സെഡ് ആക്സിസിലോ മോഷൻ ഉണ്ടോ? ഇല്ല. കാരണം എക്സ് ആക്സിസിൽ മാത്രമാണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. എക്സ് ആക്സിസിലൂടെ ഈ ഡയറക്ഷനിലാണ് ഈ ഒരു സിസ്റ്റം മൂവ് ചെയ്യുന്നത്. ഇനി നോക്ക്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു വെക്ടർ സമയം എങ്ങനെയാ, ഒരു വെക്ടറിന്റെ ഹെഡിൽ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണെങ്കിൽ, വെക്ടേഴ്സ് രണ്ട് സൈഡ്സ് ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും, അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നോക്ക്, ദിസ് വെക്ടർ അതായത് നമുക്ക് ഓ പ്രൈം അല്ലെങ്കിൽ നമുക്ക് ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഓ പി എന്ന് പറയുന്നത് റിസൾട്ടന്റ് വെക്ടർ ആണ്. അപ്പൊ ഓ പി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ഓ പി ഈക്വൽ ടു വെക്ടർ ഓ പ്രൈം വെക്ടർ ആണ് പ്ലസ് ഓ പ്രൈം പ്ലസ് ഓ പ്രൈം പി ഇതൊക്കെ വെക്ടർ ആണ്. അപ്പൊ സെഡ് നമുക്ക് കുറച്ച് ചെറുതാക്കി എഴുതാം. ഇത് സെഡ് ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് വെക്ടർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടന്റ് വെക്ടർ ഓ പി എന്ന് പറയുന്നത് എന്താണ്? ഓ പ്രൈം ഡയറക്ഷൻ ഇങ്ങനെയാണ്, പ്ലസ് ഇതല്ലേ ഡയറക്ഷൻ ഓ പ്രൈം പി. ദെൻ നിങ്ങൾ നോക്ക്, ഓ പി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ആർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ വെക്ടർ ആർ ഈക്വൽ ടു ഓ പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത് നമുക്കറിയോ? ഇല്ല. ബട്ട് നമുക്ക് എന്തറിയാം? ടി ടൈമില് വി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത് എന്ന് അറിയാലോ അല്ലെ. അപ്പൊ ശരിക്കും ഓ പ്രൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? ടൈമും അറിയാം, വെലോസിറ്റിയും അറിയാം അല്ലെ. അപ്പൊ വെലോസിറ്റി അറിയാമെങ്കിൽ നോക്ക്, ഇവിടെ വെലോസിറ്റി അറിയാമെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ് അല്ലെ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇതിൽ ഡിസ്റ്റൻസ് എസ് ഈക്വൽ ടു എത്രയായിരിക്കും? ബി ഇൻറ്റു ടി ആയിരിക്കും അല്ലെ. അപ്പൊ വെലോസിറ്റിയും ടൈമും നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഓ പ്രൈം എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ആ വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് ഓ പ്രൈമിന് എന്ത് എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് ഓ പ്രൈം പി എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ആർ പ്രൈം. അപ്പൊ വെക്ടർ ആർ പ്രൈം ആണ്. അപ്പൊ നോക്ക്, ഇനി നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. വെക്ടർ ആർ പ്രൈം ഈക്വൽ ടു ഇതിനെ അവിടെ വെച്ച് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാല് വെക്ടർ ആർ മൈനസ് വി ടി. അപ്പൊ നോക്ക്, ഇവിടേക്ക് എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? വെക്ടർ ആർ പ്രൈം ഈക്വൽ ടു വെക്ടർ ആർ മൈനസ് വി ടി. ഇതായാലും ഇക്വേഷൻ. അപ്പൊ നോക്ക്, ഞാൻ ആദ്യം പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാല് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ് എന്ന്.
ഈ ആർ എന്ന് പറഞ്ഞാല് എവിടുത്തെ പൊസിഷൻ വെക്ടർ ആയിരുന്നു? എസിലെ പൊസിഷൻ വെക്ടർ ആയിരുന്നു. ആർ പ്രൈം എന്ന് പറഞ്ഞാൽ എവിടുത്തതാ? എസ് പ്രൈമിലതായിരുന്നു. അപ്പൊ ഈ എസിലെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എസിനെയും എസ് പ്രൈമിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ആർ പ്രൈം ഈക്വൽ ടു ആർ മൈനസ് വി ടി. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇനി നോക്കൂ നിങ്ങള്, എക്സില് മാത്രമല്ലേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ശരിക്കും വെക്ടർ ആർ എന്ന് പറഞ്ഞാല് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നല്ലേ? അതായത് ഈ ആർ എന്ന് പറയുന്ന വെക്ടറിന് ഒരു എക്സ് കമ്പണന്റ് ഉണ്ടാവും, ഒരു വൈ കമ്പണന്റ് ഉണ്ടാവും, ഒരു സെഡ് കമ്പണന്റ് ഉണ്ടാവും. അപ്പൊ ജനറൽ നമുക്ക് ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓരോ കമ്പണന്റിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് എഴുതുകയാണെങ്കിൽ എക്സ് കമ്പണന്റ് നോക്ക് നിങ്ങള്. എക്സില് എക്സ് പ്രൈം ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് ഈ ആർ എന്ന് പറഞ്ഞാല് അതില് എക്സ് ആർ പ്രൈമില് എക്സ് മൈനസ് പി ടി ആയിരിക്കും അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, വൈയില് ഇതിന്റെ വൈ കമ്പണന്റ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വൈയിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മോഷൻ ഉണ്ടോ? ഇല്ല, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. കാരണം ഇത് എക്സ് ആക്സിസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ വൈ പ്രൈമിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. വൈ പ്രൈം ഈക്വൽ ടു വൈ. അതേപോലെ സെഡ് പ്രൈം എങ്ങനെയാ? സെഡ് പ്രൈമിൽ എന്തെങ്കിലും മോഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്തൊക്കെയാ? എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഈക്വൽ ടു വൈ, സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്. ഇനി നോക്ക് നിങ്ങള്, ടൈമിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നല്ലോ. ഈ ഒരു ഒരു പക്ഷി പറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനോമിന ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇവന്റ് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഒരു ടൈം ആയിരിക്കും. അതുപോലെ ഇവിടുന്ന് നോക്കുന്ന സമയത്തും ടൈമിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ടി പ്രൈം എന്ന് പറയുന്നത് എന്താണ്? എസ് പ്രൈമിലെ ടൈം ആയിരുന്നു. ടി പ്രൈം ഈക്വൽ ടു ടി അല്ലേ? അവിടെ ടൈമിലും വ്യത്യാസം ഉണ്ടാവുന്നില്ല. അപ്പൊ ടോട്ടൽ ഈ ഒരു ഇക്വേഷനിൽ ആകെ വ്യത്യാസം ഉണ്ടാവുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റിന് മാത്രമാണ്. അതായത് എക്സ് പ്രൈം എന്താവുന്നുണ്ട്? എക്സ് പ്രൈം എന്ന് നോക്കുന്ന സമയത്ത് എക്സ് മൈനസ് വി ടി ആവുന്നുണ്ട്. ദെൻ വൈയില് ഒരു ചേഞ്ചും ഇല്ല, സെഡിലും ഒരു ചേഞ്ചും ഇല്ല, ടൈമിലും യാതൊരുവിധ ചേഞ്ചും ഇല്ല. അപ്പൊ ഈ ഒരു സെറ്റ്സ് ഓഫ് ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു സെറ്റ്സ് ഓഫ് ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, നമ്മൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷന് ഇതിപ്പോ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ, എക്സിലെ എസ് ഫ്രെയിമിലെ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എസ് പ്രൈം ഫ്രെയിമിൽ എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ചു ചെയ്തൂടെ? അതായത് നോക്ക്, ഈ ഒരു ഇക്വേഷന് എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി അല്ലേ? ഇനി നമുക്ക് ഇത് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്രൈം കിട്ടും. ഇനി തിരിച്ചു ചെയ്തൂടെ? അതായത് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്രൈം. ഈ മൈനസ് വി ടി പുറത്തു പോയാല് എക്സ് പ്രൈം പ്ലസ് വി ടി അല്ലേ? എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം പ്ലസ് വി ടി. അത് എങ്ങനെയാണെങ്കിലും വൈ എന്തായിരിക്കും? വൈക്ക് ചേഞ്ച് ഉണ്ടോ? അല്ല. വൈ ഈക്വൽ ടു വൈ പ്രൈം, സെഡ് ഈക്വൽ ടു സെഡ് പ്രൈം, ടി ഈക്വൽ ടു ടി പ്രൈം. അപ്പൊ നിങ്ങൾ നോക്ക്, നേരത്തെ കിട്ടിയ ഇക്വേഷന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതല്ലേ? ഫസ്റ്റില് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ. ഇതിനെ തിരിച്ചെഴുതിയതല്ലേ? അപ്പൊ ഇതിന് എന്ത് ചെയ്യുന്നത്? ഇത് ഇൻവേഴ്സ് ആക്കിയതല്ലേ? അതായത് ആദ്യം എക്സ് എന്ന് എക്സ് പ്രൈമിലേക്ക് വന്നു, ഇവിടെയോ എക്സ് പ്രൈം എന്ന് എക്സിലേക്ക് വന്നു അല്ലെ? എക്സ് പ്രൈം കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കിട്ടുന്ന രൂപത്തിൽ, ഇവിടെ എന്താണ്? എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്രൈം കിട്ടുന്ന രൂപത്തിലാണ് ഇക്വേഷൻസ്. അപ്പൊ ഇത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിന് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പൊ ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ
വെലോസിറ്റിയിൽ എന്ത് മാറ്റാനുള്ളത്, ആക്സിലറേഷനിൽ എന്ത് മാറ്റാനുള്ളത്, നമ്മളൊരു ലെങ്ത് നോക്കുന്ന രണ്ട് ഫ്രെയിമിൽ, ഇനേർഷ്യൽ ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്ത് മാറ്റാനുള്ളത് എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു ഇത് കൃത്യമായിട്ട് ഇക്വേഷൻസ്, ഡെറിവേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസും ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസുമാണ്. താങ്ക് യു.